നമസ്കാരം. ബുധനാഴ്ച രാത്രി കോഴിക്കോട് സൗത്ത് ബീച്ചിന് സമീപം കടലിൽ ഉണ്ടായത് ഫ്ലൂയിഡ് മഡ് എന്ന ചെളി അടിയിൽ പ്രതിഭാസം. ഇതുമൂലം തിരമാലകൾ വരാതെ 200 മീറ്ററോളം കടൽ ഉള്ളിലേക്ക് വലിഞ്ഞപ്പോൾ ആശങ്ക പരക്കുകയായിരുന്നു. ഒഴുക്ക് വ്യത്യാസവും മർദ്ദ വ്യതിയാനവും മൂലം കടൽ ഉൾവലിയാം. ചെളി അടിയുന്നതിന് കാരണം കടലിൽ ഉണ്ടാകുന്ന ഒഴുക്കിനെ തുടർന്ന് അടിത്തട്ടിലെ ചെളി വേർപെട്ട് കരയിലേക്ക് നീങ്ങുന്നതാണ്. മുൻപ് സുനാമി മോഖിയും മറ്റും ഉണ്ടായപ്പോൾ ഇത്തരം കടൽ ഉൾവലിയിൽ സംഭവിച്ചതിനാലാണ് തീരവാസികൾ ഭയപ്പെട്ടത്. ഇൻകോയ്സ് അധികൃതർ നൽകിയ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. സൂക്ഷ്മജീവികളായ പ്ലവങ്ങളും മറ്റും ഈ ചെളിയോടടുത്ത പ്രദേശത്ത് കാണാവുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ മത്സ്യലഭ്യതയും കൂടാം. വ്യാഴാഴ്ചയും സമാനമായ പ്രതിഭാസമുണ്ടായി. കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് കുറച്ചകലെയാണ് ചെളിയടിഞ്ഞത്. വേലിയിറക്കമെന്നാണ് ആദ്യം വിചാരിച്ചതെന്നും ചെളിക്കൂന അടിഞ്ഞപ്പോൾ മറ്റെന്തോ ആണെന്ന് ഭയപ്പെട്ടുവെന്നുമാണ് കോതിയിൽ കടുക്ക വിൽക്കുന്ന റഷീദ് പറഞ്ഞത്. കോതിക്ക് സമീപം കുറച്ചു ഭാഗത്ത് മാത്രമേ ഈ മാറ്റം കാണപ്പെട്ടു എന്നും കടൽ പ്രക്ഷുബ്ധമായിരുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളിയായ അസ്കർ പ്രതികരിച്ചു. വ്യാഴാഴ്ച കടലിൽ അടിയിളക്കം കൂടുതലുണ്ടായിരുന്നു. മറ്റു ചെറു മത്സ്യങ്ങളും കൂടുതലായി ലഭിച്ചുവെന്നും ഇവർ പറയുന്നു. 5 വർഷം മുൻപ് കോഴിക്കോട് ഇതുപോലെ കടൽ ഉൾവലിഞ്ഞു. അത് പക്ഷേ മറ്റൊരു കടപ്പുറത്തായിരുന്നു. കോഴിക്കോട് ഭട്ട് റോഡിലായിരുന്നു കടൽ ഉൾവലിഞ്ഞത്. അന്ന് 100 കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. എന്നാൽ ഇത് താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നുവെന്ന് അന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നു. വേലിയിറക്കവും കരയിൽ നിന്ന് കടലിലേക്കുണ്ടായ ശക്തമായ കാറ്റുമാണ് കടൽ ഉൾവലിയുവാൻ കാരണമായത്. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി പിൻവാങ്ങി. സജീവമായ ഒരു മഴക്കാലമായിരുന്നു കാലവർഷ സീസൺ. ഒക്ടോബർ 15 സാധാരണ തീയതിയേക്കാൾ ഒരു ദിവസം വൈകിയാണ് ഒക്ടോബർ 16 കാലാവസ്ഥാ വകുപ്പ് കാലവർഷം പിൻവാങ്ങിയത് സ്ഥിരീകരിച്ചത്. വടക്കു കിഴക്കൻ മൺസൂൺ ആരംഭിക്കുന്നു. തമിഴ്നാട്, പുതുച്ചേരി, കാരിക്കൽ തീരദേശ ആന്ധ്രാപ്രദേശ്, രായലസീമ, തെക്കൻ ഉൾനാടൻ കർണാടക, കേരളം, മാഹി എന്നിവിടങ്ങളിൽ വടക്കു കിഴക്കൻ മൺസൂൺ ആരംഭിച്ചു. 4 മാസത്തെ മൺസൂൺ സീസണിൽ ഇന്ത്യയിലേക്കുള്ള 937.2 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. 8% അധിക മഴയാണ് രേഖപ്പെടുത്തിയത്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ സാധാരണയേക്കാൾ 27.3% കൂടുതൽ മഴ ലഭിച്ചു. അതേസമയം കിഴക്കും വടക്കു കിഴക്കൻ ഇന്ത്യയിലും 20% കുറവ് രേഖപ്പെടുത്തി. ലാനിന അവസ്ഥയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് IMD പ്രവചിക്കുന്നുണ്ട്. ഇത് സാധാരണയേക്കാൾ കൂടുതൽ വടക്കു കിഴക്കൻ മൺസൂണും തണുത്ത ശൈത്യകാലവും കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴ കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത എന്നതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ മുൻകരുതലുകൾ പാലിക്കുക. മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കന്യാകുമാരി തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. ഇന്ന് രാത്രി 11:30 വരെ കേരളത്തിൽ തിരുവനന്തപുരം തീരത്ത് 0.9 മുതൽ 1.1 മീറ്റർ വരെയും, കന്യാകുമാരി ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെയും 1.1 മുതൽ 1.4 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇൻകോയ്സ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ കെട്ടിയിട്ട് സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കുക.